ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളൊക്കെ 10 days വെക്കേഷൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ക്രിസ്മസ് വെക്കേഷൻ നമ്മളൊക്കെ സൂപ്പർ എക്സൈറ്റഡ് ആണ്. ഓരോ പേരും അതിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ പ്ലാനിങ്ങിലായിരിക്കും. അപ്പം അന്ന് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. സോ നമ്മൾ വടക്കൻ കേരളക്കാർക്ക് ഏറ്റവും അടുത്തും എന്നാൽ അത്രയും ഫേമസ് ആയ ടൂറിസ്റ്റ് സ്പോട്ടാണ് കർണാടകയിലെ കൊടക് അഥവാ കൂർഗ്. ഇന്ത്യയിൽ തന്നെ സ്വിറ്റ്സർലാൻഡ് എന്നാണ് ഈ ഒരു സ്ഥലത്തിനെ വിശേഷിക്കപ്പെടുന്നത്. ഇവിടുത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ടൂറിസ്റ്റ് പ്ലേസും അതുപോലെ വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് കവർ ചെയ്യാൻ പറ്റുന്ന പ്ലേസസും ഓരോ ജില്ലക്കാർക്കും എങ്ങനെ കൊടകിൽ എത്തിച്ചേരാം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണേണ്ടവർക്കായി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ അതിൽ കൊടുത്ത ഒരു പ്ലേസിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്നത്തേത്. ഈ പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക്, അഡ്വഞ്ചറസ് ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയൊരു സ്പോട്ടാണിത്. അപ്പം ഈ പ്ലേസ് ഏതാണെന്നും ഈ പ്ലേസിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്കും ഒക്കെ കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. കൊടകിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ ഒട്ടുമിക്ക ഫേമസ് ആയ ടൂറിസ്റ്റ് പ്ലേസുകളും കാവേരി നദിയുടെ തീരത്തോ അല്ലെ അതിനടുത്തോ ഒക്കെ ആയിട്ടായിരിക്കും സ്ഥിതി ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്ന ഒരു പ്ലേസും കാവേരി നദിയുടെ തീരത്തല്ല, കാവേരി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഐലൻഡിലേക്കാണ് നിസർഗധാമ ഐലൻഡ്. ഇവിടെ മുള കൊണ്ട് നിർമ്മിച്ചിട്ട് 1-2 ഏറുമാടങ്ങളുണ്ട്. നമുക്ക് ഈ നിസർഗധാമയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഈ ഏറുമാടത്തിൽ കയറിയും കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതുവരെ ട്രീ ഹട്ട്, ഏറുമാടം ഇതിലൊന്നും കയറിയിട്ടില്ലാത്തവർക്ക് അങ്ങനെ ഒരു അവസരം കൂടി നമുക്കൊരു നിസർഗധാമ ഐലൻഡ് വിസിറ്റ് ചെയ്താൽ കിട്ടും. നമ്മൾ കൊടകിലേക്ക് ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഈ നിസർഗധാമ ഐലൻഡ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കൊടകിലെ കുശാൽ നഗർ എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ്. ഇതിന് വളരെ അടുത്തായിട്ടാണ് ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ ഗോൾഡൻ ടെമ്പിൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കൂടെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് കൂടിയാണിത്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടകിലെ ട്രഡീഷണൽ ഡ്രസ്സ് ധരിച്ചിട്ട് അവർ ആ ഒരു കൾച്ചറൽ ഡാൻസ് കളിക്കുന്നവരുടെ സ്റ്റാച്യൂസ് ആണ്. ഇത് സെപ്പറേറ്റ് വുമൻസിന്റെയും മെൻസിന്റെയും ഉണ്ട്. ഇനി നമ്മൾ ഇവിടുത്തെ ഓരോ കാഴ്ചകൾ കണ്ട് നടക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്രമിക്കാനായിട്ട് ഒരുപാട് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഉണ്ട്. അതൊക്കെ ഭയങ്കര പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറിലാണ് അത് ഓരോന്നും നിർമ്മിച്ചിട്ടുള്ളത്. ഒരുപാട് ദ്വീപുകളുള്ള ഒരു നദിയാണ് കാവേരി നദി. അത്തരത്തിലൊരു ദ്വീപ് മാത്രമാണ് നിസർഗധാമ. ഇത് കർണാടക വനം വകുപ്പാണ് ഈ ഒരു ദ്വീപ് പരിപാലിച്ചു പോകുന്നത്. ഇനി ഈ ഒരു വനത്തിൽ നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയ മുളങ്കാടുകളാണ്. കൂട്ടം കൂട്ടമായിട്ട് ഒരുപാട് മുളങ്കാടുകൾ നമുക്ക് ഈ ഒരു ദ്വീപ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇവിടുത്തെ ഒരു എൻട്രി ടൈമിംഗ് വരുന്നത് മോർണിംഗ് 9 to ഈവനിങ് 5 ആണ്. പിന്നെ ഇവിടെ എത്ര ടൈം സ്പെൻഡ് ചെയ്യും എന്നുള്ളത് ഓരോ പേഴ്സണെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ഒരു ഫോറസ്റ്റ് അപ്പൊ അതിനകത്തുള്ള കാഴ്ചകളൊക്കെ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടാവും. അല്ലാത്തവർക്ക് ജസ്റ്റ് അത് കാണാനും അതുപോലെ ഇതിന്റെ കാവേരി നദിയിൽ ഇറങ്ങാനും കുറെ ആക്ടിവിറ്റീസ് അവൈലബിൾ ആണ്. സിപ്പ് ലൈനിങ്, അതുപോലെ ബോട്ടിങ്, അതുപോലെ അപ്പൊ അതൊക്കെ എൻജോയ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ടൈം ഇവിടെ വേണ്ടിവരും ഇതൊന്ന് കംപ്ലീറ്റ്ലി കണ്ടു തീർക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു നിസർഗധാമ വിസിറ്റ് ചെയ്താൽ കാണാൻ പറ്റുന്ന മറ്റു ചില കാര്യങ്ങളാണ് ഈ ഒരു ഡിയർ പാർക്ക്. ഒരുപാട് മാനുകളുണ്ട് ഈ ഒരു പാർക്കിൽ. പിന്നെ ഇതിനടുത്തായിട്ടൊരു ബേർഡ്സ് പാർക്ക് കൂടിയുണ്ട്. പക്ഷെ അതിന് സെപ്പറേറ്റ് എൻട്രി ടിക്കറ്റ് ആണ്. 30 rupees per person ആണ്. അതിൽ കയറിയ വിവിധ തരം പക്ഷികളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി ഇവിടുത്തെ മറ്റൊരു ഏറ്റവും വലിയ ആക്ടിവിറ്റി ആണ് ബോട്ടിംഗ്. നമുക്ക് കാവേരി നദിയിലൂടെ ബോട്ടിങ്ങിനുള്ള സൗകര്യം കൂടി അവർ തരുന്നുണ്ട്. പെഡൽ ബോട്ടിങ്, അത് 2 seaters ഉണ്ട്, 4 seaters ഉണ്ട്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഇനിയും ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സിപ്പ് ലൈനിങ്, ബാലൻസിങ് ആക്ടിവിറ്റി, അങ്ങനെ ഒരുപാട് ഗെയിംസും കൂടി ഈ ഒരു നിസർഗധാമ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന മറ്റൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ കാവേരി നദിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ്. ഈ കാവേരി നദി ഭയങ്കര ശക്തിയോട് കൂടി ഒഴുകുന്ന ഒരു നദിയാണെങ്കിൽ കൂടി ചില സുരക്ഷിതമായ സ്ഥലങ്ങളിൽ നമുക്ക് അവിടെ ഇറങ്ങാനുള്ള അനുവാദം കൂടിയുണ്ട്.
ഇനി ഈ ഒരു വെള്ളത്തിൽ ഇറങ്ങുന്ന ഈ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് പാറക്കെട്ടുകളും അതുപോലെ മരങ്ങളുടെ ഒക്കെ കൂറ്റൻ വേരുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് സേഫ് ആയിട്ട് കളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. എന്നാലും പാറക്കെട്ടുകളിലെ വഴുക്കലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 65 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു ഐലൻഡ് ആയതുകൊണ്ട് തന്നെ ഇത് കണ്ടു തീർക്കാൻ നിങ്ങൾക്ക് അത്ര തന്നെ സമയവും അത്യാവശ്യമാണ്. അപ്പം നിങ്ങൾക്ക് അവിടെ കുട്ടികളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഫുഡിന് വേണ്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ക്യാൻറ്റീൻ അവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾ ഫുഡ് കയ്യിൽ കരുതുമ്പം ഒന്ന് ശ്രദ്ധിക്കുക, കാരണം ഒരുപാട് കുരങ്ങുകളുള്ള ഒരു സ്ഥലമാണ് അത്. അപ്പോൾ കുട്ടികൾക്കുള്ള ഫുഡൊക്കെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ അതൊന്ന് കെയർ ചെയ്യേണ്ടതാണ്. ഇനിയിപ്പോൾ നിങ്ങളൊരു ഫോറസ്റ്റിൽ സ്റ്റേ ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഈ ഒരു നിസർഗധാമയിലുണ്ട്. അവിടെ കോട്ടേജസ് അവൈലബിൾ ആണ് ഈ ഒരു ഐലൻഡിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് ആക്ടിവിറ്റീസും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ കൊടക് യാത്രയിൽ ഇതൊരു മസ്റ്റ് വിസിറ്റഡ് സ്പോട്ടാണ്. നിങ്ങളൊരു കൊടക് യാത്ര ഇനി 1 ഡേ ട്രിപ്പാണോ 2 ഡേ ട്രിപ്പാണോ ഏതായാലും ഈ ഒരു സ്പോട്ട് എന്തായാലും നിങ്ങളെ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യാം. നിസർഗധാമയിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ സിപ്പ് ലൈനിങ് പോലുള്ളതും അതുപോലെ ഹൊറർ ഹൗസ് അങ്ങനെ ഒരുപാട് ഗെയിം സോൺസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ അവിടെ ഒരുപാട് ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ റീസണബിൾ റേറ്റിൽ ഷോപ്പിംഗ് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി നിങ്ങൾക്ക് ഈ ഒരു നിസർഗധാമ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. കൊടക് യാത്രയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്ലേസ് ആയിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സ്ഥലം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലെ മറ്റൊരു സ്ഥലത്തിന്റെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.